മാന്യപ്രേക്ഷകർക്ക് പ്രണാമം. ഇന്ന് മെയ് മാസം 2-ാം തീയതി ലണ്ടനിലെ ക്രയോഡൺ എന്ന സ്ഥലത്ത് ലണ്ടൻ ഹിന്ദു ഐക്യവേദിയുടെ ഒരു ഉജ്ജ്വലമായ പ്രഭാഷണം നടക്കേണ്ടതായിരുന്നു. കേരളത്തിൽ നിന്ന് ഞങ്ങൾ കുറേ പേര് അവിടേക്ക് പോകേണ്ടതുമായിരുന്നു. ആ പ്രഭാഷണം ഇല്ലാതെയാക്കിയത് കുറേ ക്രിസ്ത്യാനികളെയും കുറച്ച് മുസ്ലിങ്ങളെയും സംഘടിപ്പിച്ച് ഒരു ജയപ്രകാശ് പണിക്കർ എന്ന വ്യക്തിയാണ് ഒരു ഹിന്ദു ധർമ്മത്തിനെതിരെ പ്രവർത്തിച്ചപ്പോൾ ഹിന്ദുക്കളുടെ ശത്രുക്കളിൽ 1-ാം നമ്പർ ശത്രു വിരലിൽ എണ്ണാവുന്ന കുറേ ഹിന്ദുക്കളും ആ ഹിന്ദുവിനെ ജയിക്കാൻ വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് മുസ്ലിങ്ങളും കുറച്ച് ക്രിസ്ത്യാനികളും എങ്ങനെയാണ് മെയ് 2-ാം തീയതി ഇന്ന് ലണ്ടനിലെ ക്രയോഡൺ മേയറുടെയും UK-യിലെ പാർലമെന്റ് അംഗങ്ങളുടെയും അതിപ്രശസ്തരായ വ്യക്തികളുടെയും നേതൃത്വത്തിൽ നടക്കേണ്ട ലണ്ടൻ ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനം ഇല്ലാതെയാക്കിയത് എന്ന സത്യം നിങ്ങളൊന്ന് അറിയണം. ഈ ജയപ്രകാശ് എന്ന് പറയുന്ന വ്യക്തി കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എന്നെ ബന്ധപ്പെട്ടു. 2016 ഒരു ഹിന്ദുമത സമ്മേളനം നടത്തണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടി അത് വേണമെന്ന് നിർബന്ധിച്ചു. ഗോപാലകൃഷ്ണനും ഇവിടുത്തെ ഹിന്ദു ഐക്യവേദിയുടെയോ അല്ലാത്തവരുടെയോ പ്രവർത്തകർ വന്നാലും വന്നില്ലെങ്കിലും നിങ്ങളവിടെ ധന്യമായ ഈ പ്രഭാഷണ പരമ്പരകൾ എല്ലാ വർഷവും നടത്തണം. ഹിന്ദു കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടവരെ എല്ലാവരെയും സഹായിക്കണം, പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം 2016 സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. അതിനിടയ്ക്ക് വേറെ കുറേ നല്ല ഹിന്ദു പ്രവർത്തകര് 2015 അതായത് ഈ വർഷം മെയ് 2-ാം തീയതി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന സമുജ്വലമായ ഒരു ഹിന്ദു സമ്മേളനം നടത്താൻ തീരുമാനിച്ചു. ഈ സമ്മേളനം നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. അത് അവിടുത്തെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സംഘടിപ്പിച്ചത്. ആ ലണ്ടനിലെ ക്രിസ്ത്യാനികൾ വളരെ സന്തോഷത്തോടുകൂടി വാടക മേടിച്ചിട്ടാണെങ്കിലും അവരുടെ ഓഡിറ്റോറിയം വിട്ടുകൊടുത്തു. നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് 2016 ഈ സമ്മേളനം നടത്താൻ ഗോപാലകൃഷ്ണനും കൂട്ടത്തിലുള്ളവരെല്ലാം സമ്മതിച്ചതാണല്ലോ, പിന്നെന്തിനാ 2015 സമ്മേളനത്തിന് വരുന്നത് എന്ന് ചോദിച്ച് എനിക്ക് നിരന്തരം ഇമെയിൽ വന്നു. ഞാനതിൽ മറുപടി കൊടുത്തു. 2015 ഇവർ നടത്തട്ടെ, നിങ്ങൾ സഹകരിക്കാം. 2016 നിങ്ങൾ നടത്തൂ, ഇവർ സഹകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കാം. നമുക്കിന്ന് വേണ്ടത് ഹൈന്ദവ ജനതയെ ബോധവൽക്കരിക്കലാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അത് ജയപ്രകാശ് പണിക്കർക്ക് ഒട്ടും സഹിച്ചില്ല. അദ്ദേഹം അഷറഫ് എന്നും അതുപോലെ മുഹമ്മദ് എന്ന് പറഞ്ഞ് 2 പേരെ കൂട്ടുപിടിച്ച് പിന്നെ കുറെ ക്രിസ്ത്യാനികളെ കൂട്ടുപിടിച്ച് ഇന്ന് മെയ് 2-ാം തീയതി 2015 നടക്കേണ്ട സമ്മേളനം ഒരു തരത്തിൽ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം ശരിക്ക് ഒരു കത്ത് ഈ സ്കൂള് ഓഡിറ്റോറിയം തന്നവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത് സബ്ജക്റ്റ് ഇതാണ്: പ്രോഗ്രാം ഷെഡ്യൂൾഡ് ബൈ ലണ്ടൻ ഹിന്ദു ഐക്യവേദി ഓൺ 2 മെയ് 2015. അതിന്റെ ഇമെയിലാണ്. അതിൽ ആ സ്കൂളിന് ഗുഡ് റെപ്യൂട്ടേഷൻ ഓഫ് കീപ്പിംഗ് ഓൾ ദ കമ്മ്യൂണിറ്റീസ് ടുഗദർ ഉണ്ടെന്നും if the school allows London Hindu Aikavedi to hold a celebration on May 2nd, it will be a disaster. ഹിന്ദു സമ്മേളനം ഇവിടെ നടത്തിയാൽ അതൊരു ഡിസാസ്റ്റർ ആയി തീരുമെന്നും അത് ക്രയോഡണിലെ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു വെല്ലുവിളിയായി തീരുമെന്നും ഇന്ത്യയിൽ ഒരു ഹിന്ദു ജയപ്രകാശ് പണിക്കർ പറയുന്നു, there is already tension looming large between fundamentalist Hindus and Malayali Christians, Muslims and liberal Hindus. ഇന്ത്യയിൽ ഇതെല്ലാം സംഭവിക്കുന്നുണ്ടെന്നും our community does not want this auditorium to be a focal point of communal polarization and tension. ലണ്ടനിൽ ഈ ഹിന്ദുക്കൾ ധന്യമായ ഈ സമ്മേളനം നടത്തിയാൽ അത് വർഗീയമായ കലാപത്തിന് കാരണമാകുമെന്നും ഈ ഓഡിറ്റോറിയം അതിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിരിക്കും എന്നും it is beyond any pale of doubt that the convention scheduled by the London Hindu Aikavedi will be started point of the communal flare-up and violence
ഇത് ജയപ്രകാശ് പണിക്കരുടെ തലയിൽ ഉദിച്ച സന്ദേശമാണ്. Does anybody want the violence to start from this auditorium? It is the interest of the community of preserving the reputation of this auditorium. We earnestly request you to cancel the booking scheduled on 2nd May organized by Hindu Aikyavedi. ഇത് ക്യാൻസൽ ചെയ്യണമെന്ന് ഓഡിറ്റോറിയം അവരുടെ ഉടമയ്ക്ക് കൊടുക്കാൻ ഒരു ഹിന്ദുവായ ജയപ്രകാശ് പണിക്കര് അടുത്ത വരിയിൽ പറയുന്നു, The owners of the auditorium upholds Christian values and principles. People are now raising questions, how can an institution that believe in Christian values can allow the speakers to abuse Christianity in that auditorium? അങ്ങനെ അതേപോലെ അതിനെതിരായിട്ട് കൊടുത്തിട്ട് വളരെ ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന വരിയാണ്, For God's sake, do not allow violence to happen at the auditorium and avoid it by cancelling the booking made by London Hindu Aikyavedi. എന്നിട്ട് ഇതിന്റെ ചുവട്ടിൽ പറഞ്ഞിട്ടുണ്ട്, Please do not ignore this letter and treat it as trivial. എന്നിട്ട് ഈ അഷ്റഫ് എന്ന് പറയുന്ന ആളും മുഹമ്മദ് എന്ന് പറയുന്ന ആളും ജയപ്രകാശ് പണിക്കരും ആ പ്രദേശത്ത് ഓരോ വീടുകളിലും, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ വീട്ടിലും ഒരു 4-5 ഹിന്ദുക്കളുടെയും 4-5 മുസ്ലിങ്ങളുടെയും വീട്ടിൽ കയറി ചെന്ന് അവരുടെ സിഗ്നേച്ചർ വാങ്ങിച്ച് ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനം തകർക്കാൻ വേണ്ടി പ്രവർത്തിച്ചതിന്റെ വരി കൂടി നോക്കാം. Kindly see the signatures attached as an evidence that a substantial number of people are concerned about the celebration that are planned on May 2nd. If you need the previous speeches by the speakers, you can contact Mr. Jayaprakash Panikkar. ലണ്ടനിലെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ലണ്ടൻകാർക്ക് ചിലപ്പോൾ നിങ്ങൾക്കും ആ മൊബൈൽ നമ്പർ ആവശ്യമായി. You can contact Mr. Jayaprakash Panikkar on 07917361127, who may be willing to help you in stopping this Hindu Aikyavedi seminar. ഇതൊരു ഹിന്ദുവിൻ്റെയാണ് നമ്പർ. ആ ഹിന്ദുവിൻ്റെ നമ്പർ ഉപയോഗിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ഇത് തകർക്കാൻ എത്ര ഭംഗിയായിട്ട് സാധിക്കുന്നു എന്ന് ആ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ ഹിന്ദുവിനെയാണ് ഉപയോഗിച്ചത്. പക്ഷെ ഹിന്ദുവിൻ്റെ ശത്രുവായി തുടങ്ങിയത് ഈ ജയപ്രകാശ് പണിക്കരാണ്. ലണ്ടൻ ഹിന്ദു ഐക്യവേദി ഈസ് എ ബ്രാഞ്ച് ഓഫ് ഹിന്ദു ഐക്യവേദി ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. എന്നിട്ട് അവസാനം അത് കൺക്ലൂഡ് ചെയ്തിങ്ങനെ, ഫൈനലി വി ജസ്റ്റ് വാണ്ട് ടു പ്ലീഡ് യു അഗെയിൻ ടു ക്യാൻസൽ ദ ബുക്കിംഗ് ഷെഡ്യൂൾഡ് ഓൺ ദി 2nd May. If the convention on the 2nd May goes ahead, we would like to reiterate that the events that ensue will one of the darkest history. ക്രയോഡൻ അല്ലെങ്കിൽ ലണ്ടനിലെ ഏറ്റവും അധികം കറുത്ത അധ്യായങ്ങൾ എഴുതുന്നതായിരിക്കും. എന്നിട്ട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്ന് പറഞ്ഞ് ഒപ്പിടാതെ, ഇനി അതിലൊപ്പിട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് കിട്ടിയ ഇമെയിലിൽ ഒപ്പിട്ടിട്ടില്ല, ഒപ്പിടാതെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഹിന്ദു ഐക്യവേദി അതിഗംഭീരമായിട്ട് അതിൽ ക്രയോഡനിലെ ഇംഗ്ലണ്ടുകാരനായ മേയറും MP-യും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഏതാണ്ട് ഇത്രയും ഒപ്പ് എല്ലാം കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒപ്പാണ്. ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഒപ്പ് എന്തിനാണ് എന്ന് പോലും പറയാതെയാണ് അവരുടെ അടുത്തുനിന്ന് ഈ ഒപ്പ് വാങ്ങിച്ചിരിക്കുന്നത്. അറിയണം, നമ്മൾ ആദ്യത്തെ 2-3 എണ്ണം ഹിന്ദുക്കളുടെ കഴിഞ്ഞാൽ ബാക്കി മുഴുവനും ക്രിസ്ത്യാനികളുടെയാണ്. ഒരു രാജേഷ് പിള്ളയും രജനിജിയും കഴിഞ്ഞാൽ പിന്നെ മുഴുവനും തൗഫീഖ്, ഖാഷിഫ്, നജീബ് എന്ന 3 മുസ്ലിങ്ങളുടെ കഴിഞ്ഞാൽ പിന്നെ ജോയ് പ്രസാദ്, അത് കഴിഞ്ഞാൽ മിസ്റ്റർ കോഡ്, പിന്നെ മോളി പ്രേം, ധന്യ ബിജു ജോസഫ്, കിഷി കുമാർ ഔസേപ്പ്, അങ്ങനെ കുറേ സോനു ദേത്തി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്താൽ എല്ലാം ജോയ് പോൾ, ബ്രൈൻ മാത്യു, ബ്രൈൻ കാർബ്രൺ, ബി പ്ലീസ്, റഞ്ജു വർഗീസ്, സുഞ്ചി ഡാനിയൽ, ജോയ് വർഗീസ്, NM തോമസ്, ഡാനിയൽ, മാത്യു ജോർജ്, ജോസഫ് മാത്യു,
റെജി തോമസ്, CK പേര് വ്യക്തമല്ല, അനിൽ മാത്യു, മനോജ് മൈഹൻ, മെലിംഗ്, അജയ് ഐപ്പർ, റെഞ്ചി തോമസ്, സാം കോശി, ബിന്ദു ജേക്കബ്, മാത്യു കോശി, ബിജു ഡാനിയൽ, ഡോക്ടർ ജോർജ് കോശി, ഷീജ മാത്യു, ആഷ മാത്യു, മനോജ് അബ്രഹാം, ചിനു റോയ്സ്, അന്ന റിഞ്ചു, ജെല്ലി ജോയ്സ്, സോമിൻ മാത്യു, PK ജോർജ്, അതുപോലെ തന്നെ ജോർജ് ആൽഫ, ധന്യ എൽബോസ്, അന്നമ്മ വർഗീസ്, സുനിത്ത് കുഞ്ഞുകുഞ്ഞ്, ഷെറിൻ സാജി, ജീനി K വർഗീസ്, റോസന്ന ടെൻ, അരുൺ ജെറിൻ, നിഷ ഔസേപ്പ്, ഹണി മെൽബിൻ, ജേക്കബ് അലക്സാണ്ടർ, ബേബി ലീവർ ജോർജ്, അങ്ങനെ ബിജു റോയ്സ് ഫിലിപ്സ്, സജി ജേക്കബ്, സാബു കോശി, വർഗീസ് ജോസഫ്, വിനു ജോബ്, നിജു ജേക്കബ്, സ്റ്റെബിൻ മാത്യു, സാമുവൽ, ഫിലിപ്പ് മാത്യു, സെജി മാത്യു, സിന്ധു ചീക്സ്, അന്നമ്മ സണ്ണി, ഷിജു റെജി, ആനി മാത്യു, ഡോളി തോമസ്, ലിസിൻ ജോർജ്, ജോളി ജോയ്, ജി മാത്യു, സ്മിത ബോബി, മെറി മാത്യു മാൽവിൻ, ബിന്ദു ജേക്കബ്, മുഹമ്മദ് തോമസ്, ഇത്രയും പേര് 82 ക്രിസ്ത്യാനികളും 3 മുസ്ലിങ്ങളും 5 ഹിന്ദുക്കളും ഒപ്പിട്ട ഈ ഹിന്ദു ഐക്യവേദിയുടെ ഈ പരിപാടി ക്യാൻസൽ ചെയ്യിപ്പിച്ചു. അവര് ബ്രിട്ടീഷ് കമ്മീഷണർക്കും അതുപോലെ കേരളത്തിലെ ഭാരതത്തിലെ ബ്രിട്ടീഷ് ഡെപ്യൂട്ടി കമ്മീഷണർക്കും എല്ലാം കംപ്ലൈന്റ് എഴുതി ഈ ഹിന്ദു ഐക്യവേദിയുടെ പരിപാടി ക്യാൻസലാക്കി. 2016 ഒരു ഹൈന്ദവ സമ്മേളനം നടത്താൻ ആഗ്രഹിച്ച ജയപ്രകാശ് പണിക്കര് ഹൈന്ദവ ജനതയുടെ ഒരു ഉജ്ജ്വല സംരംഭമായ നല്ല രീതിയിൽ നടക്കുന്ന ഈ വർഷത്തെ സമ്മേളനം ഇല്ലാതെയാക്കാൻ മുമ്പോട്ട് വന്ന ഒരു കാഴ്ച അത് നിങ്ങൾ അറിയണം. പ്രത്യേകിച്ച് ആ മനുഷ്യരുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. യഥാർത്ഥത്തിൽ പണ്ട് ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം. 079173611127. അത് അവർ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ഈ ഗ്രൂപ്പുകാർ തന്നെ കൊടുത്തിരിക്കുന്ന നമ്പറാണ്. യഥാർത്ഥത്തിൽ പണ്ട് അമ്പിയും പുരുവും തമ്മിൽ യുദ്ധം ചെയ്തപ്പോ അലക്സാണ്ടറുടെ കൂടെ നിന്നതും ഇന്ത്യക്കാരായിരുന്നു. അതുപോലെ മല്ലിക് കഫൂർ ഡൽഹിയിൽ നിന്ന് മധുരമീനാക്ഷി ക്ഷേത്രം കൊള്ളയടിക്കാൻ വന്നപ്പോ ശരിക്ക് വീരപാണ്ഡ്യ കൊട്ടബൊമ്മനെയും സുന്ദരപാണ്ഡ്യ കെട്ടബൊമ്മനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവസാനം രണ്ടിനെയും നശിപ്പിച്ചത് ഈ ഹിന്ദുക്കളെ തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ആ ഹിന്ദു ജയപ്രകാശ് പണിക്കര് ശരിക്ക് അഷ്റഫ്, മുഹമ്മദ് അലി എന്ന 2 പേരും ചേർന്ന് കുറെ ക്രിസ്ത്യാനികളും ചേർന്ന് ഒരു ഹിന്ദു സമ്മേളനം, ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനം കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അവർ തീവ്രവാദികളല്ല, തീവ്രവാദത്തിന് ഇറങ്ങാറില്ല. ഞാൻ ഹിന്ദു ഐക്യവേദി പ്രവർത്തകനല്ല. ഞാൻ അതിൽ പ്രഭാഷണത്തിന് പോകാറുണ്ട്. നിലയ്ക്കൽ പള്ളിയിലേക്ക് പ്രഭാഷണത്തിന് പോകാറുള്ളതുപോലെ എല്ലാത്തിലും പോകാറുണ്ട്. അപ്പോ ഒരു ഹിന്ദുവിനെതിരെ ഹിന്ദുവിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം. ഇവിടെ ജയപ്രകാശ് പണിക്കർ എന്ന ഹിന്ദു നേരിട്ട് ഒരു ഹിന്ദു മത സമ്മേളനം നടത്താൻ മുൻപോട്ട് വന്ന് അതിന് പ്രവർത്തിച്ച ആള് അവനവന്റെ സമ്മേളനത്തിന്റെ പ്രാധാന്യം കുറയുമോ എന്ന് വിചാരിച്ച് നല്ല രീതിയിൽ ഹിന്ദുക്കളുടെ സമ്മേളനം നടത്തുന്നത് ഇല്ലാതെയാക്കാൻ മറ്റുള്ളവരുമായി കൂട്ടുചേർന്ന ആ പ്രത്യേകത, അത് തന്നെയാണ് ഭാരതത്തില് ഹൈന്ദവ ജനത അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഓരോ ഹിന്ദുവും അറിയണം. യഥാർത്ഥത്തില് ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും ഇംഗ്ലീഷുകാരും ഇന്ത്യ ഭരിച്ചത് അവര് തമ്മിൽ നടന്ന യുദ്ധത്തില് അവരുടെ നാട്ടുകാരല്ല യുദ്ധം ചെയ്തത്. ഭാരതത്തിലെ ജനതയ്ക്ക് ശമ്പളം കൊടുത്ത് ഫ്രഞ്ചുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യിപ്പിച്ചു. അതേപോലെ പോർച്ചുഗീസുകാരും സ്പെയിൻകാരും എല്ലാവരും ഇന്ത്യക്കാരെ ശമ്പളം കൊടുത്ത് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യിപ്പിച്ചതുപോലെ ഈ ജയപ്രകാശ് പണിക്കര് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും ഉപയോഗിച്ച് ഹിന്ദു സമ്മേളനം ഇല്ലാതെയാക്കി. പിന്നീട് ഞാൻ അറിയേണ്ടായി കുറെ ക്രിസ്ത്യാനികൾ ഇതിനു വേണ്ടിയാ ഒപ്പ് മേടിച്ചത് എന്ന് അറിഞ്ഞില്ല, അവർക്ക് തെറ്റുപറ്റിയതായിട്ട് അവർ പശ്ചാത്തപിക്കുന്നു എന്ന് അറിയേണ്ടായി. സത്യാണോ നുണയാണോ എന്ന് അറിഞ്ഞൂടാ.
ഏത് രീതിയിലും നിറം മാറാൻ അറിയാവുന്ന ആൾക്കാരാണ് കർദിനാള് മുതൽക്ക് കന്യാസ്ത്രീ വരെ ഉള്ള ക്രിസ്ത്യാനികൾ. ഇപ്പൊ ഹിന്ദുക്കളുടെ അടുത്ത് വരുമ്പോ അവര് ഇണങ്ങിയാൽ നക്കിക്കൊല്ലും, പിണങ്ങിയാൽ കുത്തിക്കൊല്ലും എന്നുള്ളതും അറിയാവുന്ന സ്ഥിതിക്ക് ഈ 82 ക്രിസ്ത്യാനികളുടെ സിഗ്നേച്ചറും 3 മുസ്ലിങ്ങളുടെ സിഗ്നേച്ചറും 5-6 ഹിന്ദുക്കളുടെ സിഗ്നേച്ചറും ഒരാൾ തന്നെ ഇട്ടതാവാൻ സാധ്യതയില്ല. കാരണം കൈയക്ഷര വ്യത്യാസമുണ്ട്. ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് മെയ് 2-ാം തീയതി നടക്കാനുള്ള ക്രയോഡൻ ലണ്ടനിലെ സമ്മേളനം ഇല്ലാതെയാക്കിയത് ഒരു ജയപ്രകാശ് പണിക്കരാണ് എന്ന് നിങ്ങൾ അറിയണം. ഹിന്ദുവിന്റെ ശത്രു ഹിന്ദുവും ഹിന്ദുവിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളുമാണ്. ഇത് വർഗീയതയല്ല, ഇത് വസ്തുതയാണ്. ഈ വസ്തുത പറയുമ്പോൾ ഇതിൽ വർഗീയത തോന്നിയെങ്കിൽ അത് കാണുന്ന വ്യക്തിയുടെ, കേൾക്കുന്ന വ്യക്തിയുടെ ചെവിയുടെയും കണ്ണിന്റെയും കുഴപ്പമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.